ഓക്കെ, നമ്മൾ ടെൻസസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, ടെൻസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം കുറേ ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? എത്ര ഭാഗം ഡിസ്കസ് ചെയ്തു, ഏതൊക്കെ ടെൻസ് ഡിസ്കസ് ചെയ്തു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഏതൊക്കെ ഡിസ്കസ് ചെയ്തു? ഓർമ്മയുള്ളവർ പറഞ്ഞോളൂ. ഓക്കെ, ടെൻസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഡിസ്കസ് ചെയ്തു അല്ല, അതിന്റെ ഉപയോഗം എന്തൊക്കെയാണ്, എവിടേക്കാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്ന ഇടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന്, ടു ഷോ ഹാബിച്വൽ ആക്ഷൻ, ഹാബിച്വൽ ആക്ഷൻസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 AM, ഷി യൂഷ്വലി ഗോസ് ടു സ്കൂൾ ബൈ ബസ്. പിന്നെ ടു എക്സ്പ്രസ് യൂണിവേഴ്സൽ ട്രൂത്ത്, യൂണിവേഴ്സൽ ട്രൂത്ത് പറയുന്നതിന് വേണ്ടിയിട്ട്, പൊതു സത്യങ്ങൾ. ദ എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ അതുകൂടാതെ മൂന്നാമത് പറഞ്ഞിട്ട് എക്സ്പ്രസ് സയന്റിഫിക് ഫാക്ട്, ശാസ്ത്രീയ സത്യങ്ങൾ. വാട്ടർ ഫ്രീസസ് അറ്റ് 0 degree Celsius, ദ വുഡ് ഫ്ലോട്ട്സ് ഇൻ വാട്ടർ പഠിച്ചു. നാലാമതൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ഫ്യൂച്ചർ ആക്ഷൻസ് വിച്ച് ഇസ് പ്ലാൻഡ് ഓർ അറേഞ്ച്. നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചൊരു ഫ്യൂച്ചർ ആക്ഷൻ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നു. ഹി ഗോസ് എബ്രോഡ് അല്ലെ, ദ പ്രൈം മിനിസ്റ്റർ വിസിറ്റ്സ് കേരള നെക്സ്റ്റ് മന്ത് അല്ലെ? അതെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കിടക്കാണ്, നെക്സ്റ്റ് പാർട്ടിലേക്ക് കിടക്കാണ്. ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതാണ് അല്ലെ? മിസ്റ്റർ ജോൺ റൈറ്റ്സ് ലെറ്റേഴ്സ് ആണ്, കാരണം എവറി ഡേ ഉണ്ട്, അതുകൊണ്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അടുത്തത് പ്രൈം മിനിസ്റ്റർ ഡാഷ് ടുമോറോ ടു ഇനാഗുറേറ്റ് ദ ഫംഗ്ഷൻ. പ്രൈം മിനിസ്റ്റർ നാളെ പിന്നെ ഫംഗ്ഷൻ ഇനാഗുറേഷൻ വരുന്നുണ്ട്, നേരത്തെ പ്ലാൻ ചെയ്തായതുകൊണ്ട് സിമ്പിൾ പ്രസന്റ് അറൈവ്സ്, ദ പ്രൈം മിനിസ്റ്റർ അറൈവ്സ് ടുമോറോ. അടുത്തത് ഹി ഡാഷ് ടി എവറി മോർണിംഗ്, എവറി മോർണിംഗ് ഉണ്ട്, എല്ലാ ദിവസവും നടക്കുന്ന കാര്യമാണ്, അപ്പോൾ ഹി ഡ്രിങ്ക്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു. അവിടെ ഈസ് ആർ പ്ലസ് എന്ന് പറയുന്ന വെർബിന്റെ ING ആണ് യൂസ് ചെയ്യുക. ഇത് ഉപയോഗിക്കുന്ന ഒന്ന് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ഇസ് ഇൻ പ്രോഗ്രസ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നടക്കുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് ഐ ആം സ്റ്റഡിങ് മൈ ലെസൺസ്, ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. നൗ ഇവിടെ ഒരു ടൈം ഇൻഡിക്കേറ്റർ കൂടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടു ഇൻഡിക്കേറ്റ് ഫ്യൂച്ചർ ആക്ഷൻ വിച്ച് ഇസ് പ്ലാൻഡ് ഓർ അറേഞ്ച്ഡ്. നേരത്തെ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്ന അതേ സിറ്റുവേഷനിൽ ഫ്യൂച്ചർ ആയ ഒരു കാര്യം നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്താണെങ്കിൽ അത് പറയാണ്. വി ആർ ഗോയിങ് ഓൺ എ പിക്നിക് ടുമോറോ, വി ആർ ഗോയിങ് ടു മുംബൈ ടുമോറോ. അവിടെയും നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാം. അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. സീമ ആൻഡ് സീത ഡാഷ് നൗ, രണ്ടുപേരുണ്ട്, അതുകൊണ്ട് ആർ സ്ലീപ്പിംഗ്. ഓപ്ഷൻ ഡി ആണ് ശരി. അടുത്ത ചോദ്യം ഐ ക്യാൻ മീറ്റ് യു ടുമോറോ ആഫ്റ്റർനൂൺ, ഐ ഡാഷ് നൗ, നൗ ഉണ്ട് അല്ലേ? അപ്പോൾ ഐ ആണ്, അപ്പോൾ ഐ ആം പ്ലേയിങ് ടെന്നീസ് നൗ. ഇനി അടുത്തത് വി കനോട്ട് ഗോ ഔട്ട് നൗ, നൗ ഉണ്ട്, ബിക്കോസ് ഇറ്റ് ഡാഷ്, ഇറ്റ് ഉള്ളതുകൊണ്ട് ഇസ് ആയിരിക്കും, ഈസ് റെയിനിങ് നൗ. ഇത്രയല്ലേ നമ്മൾ പഠിച്ചേ? അതെ, ഇന്ന് നമ്മൾ മൂന്നാമത്തെ ടെൻസിൽ നിന്നാണ് തുടങ്ങാൻ പോണത്. എന്താണ് മൂന്നാമത്തെ ടെൻസ്? മൂന്നാമത്തെ ടെൻസിന്റെ പേരാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. മൂന്നാമത്തെ ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ പ്രത്യേകത എന്താ? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ പ്രത്യേകത ഹാസ് അതുപോലെ ഹാവ്, ഈ രണ്ട് ഓക്സിലറി വെർബുകളാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യാം. ഹാസ് അല്ലെങ്കിൽ ഹാവ്. ഹാസും ഹാവും ഉപയോഗിക്കുമ്പോഴുള്ളൊരു കുഴപ്പം എന്താ? V3 രൂപം കൂടി വരും, വെർബിന്റെ തേർഡ് ഫോം കൂടി ഉപയോഗിക്കണം. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാട്ടോ. വെർബിന്റെ തേർഡ് ഫോം കൂടി യൂസ് ചെയ്യണം. ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ ചോദിച്ചോളൂ. ജസ്റ്റ് മിനിറ്റ്. വെർബിന്റെ തേർഡ് ഫോം ഉപയോഗിക്കണം. ആ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇല്ല, ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഹാസ് ഉപയോഗിക്കുക സബ്ജക്റ്റ്, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ഉപയോഗിക്കും. അപ്പോൾ നോക്കിയേ, ടു സാധാരണ രീതിയിൽ അങ്ങനെയാണ് നമ്മളിത് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഐയും യു ആണെങ്കിൽ ഐ അതുപോലെ യു ആണെങ്കിൽ
ഹാവ് ആണ് ഉപയോഗിക്കുക കേട്ടോ. ബാക്കി എല്ലാ ഘട്ടത്തിലും സിംഗുലറിന്റെ കൂടെ ഹാസ് ആണ് യൂസ് ചെയ്യുക. ഹാസ്. പ്ലൂറലിന്റെ കൂടെ ഹാവും ഉപയോഗിക്കും. ഇതാണ് അവിടുത്തെ ബേസിക് റൂൾ. ഇനി ഇത് പരീക്ഷയുടെ ആംഗിളിലൂടെ നോക്കുകയാണെങ്കിൽ ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ടു എക്സ്പ്രസ് എ പാസ്റ്റ് ആക്ഷൻ വെൻ ദ ടൈം ഈസ് നോട്ട് ഗിവൻ. സമയം തന്നിട്ടില്ലാത്ത പാസ്റ്റ് ആക്ഷൻ പറയാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും. എന്താണ്? സമയം തന്നിട്ടില്ലാത്ത പാസ്റ്റ് ആക്ഷൻ, പാസ്റ്റ് ആക്ഷൻസ്. അതായത് കഴിഞ്ഞു പോയ കാര്യമാണ്, സമയം കൃത്യമായി തന്നിട്ടില്ല എന്ന് വിചാരിക്കാം. അത്തരം സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? അത്തരം സിറ്റുവേഷനിൽ ഈ ടെൻസ്, അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യാം. ഐ ഹാവ് സീൻ ഹെർ. ഇവിടെ തന്നിട്ടില്ല സമയം. യെസ്റ്റർഡേന്നോ ഒന്നും തന്നിട്ടില്ല. ഐ ഹാവ് സീൻ ഹെർ, ദേ ഹാവ് ഗോൺ, ഐ ഹാവ് പെയ്ഡ് ദ ഫീ. എന്നാൽ അതേസമയം സമയം തന്നു കഴിഞ്ഞാൽ സംഗതി മാറുവേ. ഇപ്പോൾ ഉദാഹരണം പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, ഐ ഡാഷ് സീൻ ഹെർ എന്നേ ഉള്ളൂ എന്ന് വെച്ചോ. അപ്പോൾ ഓപ്ഷനിൽ ഹാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാവ് എഴുതാം. ഓക്കെ, സോറി, ഐ ഡാഷ് സീൻ ഹെർ, ഹാവ് സീൻ. എന്നാൽ ഐ ഡാഷ് ഹെർ യെസ്റ്റർഡേ, അപ്പം നിങ്ങൾക്ക് ഹാവ് സീൻ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷനിൽ ഐ സീനിന് പകരം ഐ സോ ഉണ്ടോ നോക്കണം. ഐ സോ ഹെർ യെസ്റ്റർഡേ. സിമ്പിൾ പാസ്റ്റിലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? ഇന്നത്തെ ന്യൂ പേജ് എടുക്കാൻ പറ്റില്ല. അതാണ്, ഇല്ലെങ്കിൽ എനിക്കൊരു പേജ് എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരായിരുന്നു. സോറി, പേജ് എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എനിവേ സംഗതി മനസ്സിലായല്ലോ? എന്ത് ഡൗട്ട് ഉണ്ടോ പറഞ്ഞോളൂ, ചോദിച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല, എല്ലാവരും ഇല്ലേ ക്ലാസ്സിൽ? ക്ലിയർ ആണ്? ഓക്കെ. അപ്പൊ ഒന്ന്, സമയം തരാത്ത പാസ്റ്റ് ആക്ഷൻസ് പറയാൻ. രണ്ട്, ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ ഇമ്മീഡിയറ്റ് പാസ്റ്റ്. ഇമ്മീഡിയറ്റ് പാസ്റ്റിൽ നടന്ന കാര്യം പറയാൻ. അത് കണ്ടുപിടിക്കാൻ സുഖമാണ്. ജസ്റ്റ് ഉണ്ടാവും. അത് ജസ്റ്റ് ഉള്ള സെന്റൻസ്, ജസ്റ്റ് ഉണ്ടെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് എങ്ങനെ ചോദ്യം വരാമെന്നുള്ള ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇനി മൂന്നാമത്തത്, ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ഹാപ്പൻഡ് ബിഫോർ ദ എക്സ്പെക്ടഡ് ടൈം. പ്രതീക്ഷിച്ച സമയത്തിന് മുന്നേ നടന്ന കാര്യം. അതും മനസ്സിലാക്കാൻ സുഖമാണ്. ഓൾറെഡി ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് ഉണ്ടോ നോക്കുക, അതുപോലെ ഓൾറെഡി ഉണ്ടോ നോക്കുക. പ്രതീക്ഷിച്ച കാര്യം സമയത്തിന് മുന്നേ കഴിഞ്ഞത് ഓൾറെഡി, അതുപോലെ ഇമ്മീഡിയറ്റ് പാസ്റ്റിൽ പടുത്ത് നടന്നിട്ടുള്ളത് ജസ്റ്റ്. ഈ ജസ്റ്റും ഓൾറെഡി ഉണ്ടെങ്കിൽ ആ ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കും. ഇനി അടുത്തത്, വിത്ത് ദ ടൈം ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക് എവർ, നെവർ, യെറ്റ്, ഓൾറെഡി, ലേറ്റ്ലി, റീസെന്റ്, സോ ഫാർ. ഈ പറഞ്ഞ വാക്കുകൾ ഉണ്ടെങ്കിൽ ആ സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കും. ഒരിക്കൽ കൂടി, എവർ, നെവർ, യെറ്റ്, ഓൾറെഡി, ലേറ്റ്ലി, റീസെന്റ്, സോ ഫാർ. ഇതിലാണ് ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ടു എക്സ്പ്രസ് പാസ്റ്റ് ആക്ഷൻ ടൈം ഇസ് നോട്ട് ഗിവൻ, സമയം തരാത്ത പാസ്റ്റ് ആക്ഷൻ. രണ്ട്, ഇമ്മീഡിയറ്റ് പാസ്റ്റിൽ നടന്ന, അതായത് ജസ്റ്റ് ഉള്ള സെന്റൻസുകൾ പറയാൻ. മൂന്ന്, പ്രതീക്ഷിച്ചതിന്റെ എക്സ്പെക്ട് ചെയ്തതിന് മുന്നേ തീർന്ന ആക്ഷൻസ് പറയാൻ വേണ്ടി, അതായത് ഓൾറെഡി ഉണ്ടെങ്കിൽ. ഓക്കെ. നാല്, എവർ, നെവർ, യെറ്റ്, ഓൾറെഡി, ലേറ്റ്ലി, റീസെന്റ്ലി, സോ ഫാർ ഉണ്ടെങ്കിൽ ആ സെന്റൻസുകളെല്ലാം പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്ന ഓക്സിലറി ഏതാ? ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3. സിംഗുലർ ആണെങ്കിൽ ഹാസ്, പ്ലൂറൽ ആണെങ്കിൽ ഹാവ്. സാധനം മനസ്സിലായല്ലോ? മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം, അപർണ ഹാസ് ഡാഷ് ടു ബംഗളൂരു. ഓക്കെ, ആരാണ് സ്റ്റേജിലേക്ക് വരിക? മേരി രേഷ്മവ സ്റ്റേജിലേക്ക് ഒന്ന് പറഞ്ഞേ. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഹലോ സാർ. കേൾക്കുന്നില്ലേ? ഉണ്ട്. സാർ, ഒന്ന് പറഞ്ഞ എന്താ ഇതിന്റെ ഉത്തരം? ഒന്നിന്റെ. അപർണ ഹാസ് ഫ്ലൂ ടു ബാംഗ്ലൂർ. ഓക്കെ, ഇവിടെ ഹാസ് ഉണ്ടെങ്കിൽ, ഹാസ് ഹാവ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
വെർബിന്റെ തേർഡ് ഫോം തേർഡ് ഫോം. ഫ്ലൈ എന്ന് പറഞ്ഞാൽ പറക്കുക. ഫ്ലൂ ആണ് അതിന്റെ V2, V1, V2. അതിന്റെ V3 എന്താ? ഫ്ലോൺസ് ആണ്. ഫ്ലോൺ ആണ്. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. അപ്പൊ ഇവിടെ ഏതാ വേണ്ടത്? ഫ്ലോൺ ആണ്. ഓപ്ഷൻ സി അല്ലേ? അതെ. ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് ശ്രമിച്ചു നോക്കിയേ. The small boy saved by the tourist dash left the hospital. Has left the hospital. ഓക്കെ, പെട്ടെന്ന് മനസ്സിലായി. കാരണം ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അല്ലെങ്കിൽ മനസ്സിലാവോ? ഇല്ല സാർ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നമ്മൾ നോക്കേണ്ടത്? ദ സ്മോൾ ബോയ് സേവ്ഡ് ബൈ ദ ടൂറിസ്റ്റ് എന്ന് പറയുമ്പോ ഇവിടുത്തെ സബ്ജക്റ്റ് ആരാ? സ്മോൾ ബോയ്. സ്മോൾ ബോയ്. ഈ സേവ്ഡ് ബൈ ദ ടൂറിസ്റ്റ് എന്നുള്ളത് ഇതിന്റെ ഒരു അഡീഷണൽ ഇൻഫർമേഷനാ. ടൂറിസ്റ്റ് രക്ഷപ്പെടുത്തിയ ബോയ്. അപ്പൊ തൽക്കാലം നമുക്ക് അതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ദ സ്മോൾ ബോയ് ഡാഷ് ലെഫ്റ്റ് ദ ഹോസ്പിറ്റൽ. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കാം. സ്മോൾ ബോയ് ലെഫ്റ്റ് ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ V2 ആണ് അല്ലെ? V3 ലെഫ്റ്റ് ആണ്. അപ്പൊ V2 ആയിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കിയേ, അർത്ഥത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. സ്മോൾ ബോയ് ലെഫ്റ്റ് ദ ഹോസ്പിറ്റൽ. സ്മോൾ ബോയ് ഹോസ്പിറ്റൽ വിട്ടു, ശരിയാണ്. അത് സ്മോൾ ബോയ് ഹാസ് ലെഫ്റ്റ് ദ ഹോസ്പിറ്റൽ. സ്മോൾ ബോയ് ഹോസ്പിറ്റൽ വിട്ടു. രണ്ടും സെയിം ആണല്ലോ, രണ്ടിനും കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെന്താ? ടൈം തന്നിട്ടില്ല. ടൈം എപ്പോഴാണ് എന്ന് തന്നിട്ടില്ല. വെരി ഗുഡ്, എക്സാക്ട്ലി. ഇത് നമ്മളെ പ്രിൻഷയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രിൻഷ PN പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ എപ്പോന്ന് പറയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ലെഫ്റ്റിനെ ആൻസർ ആയിട്ട് കാണുന്നില്ല. അതായത് V2നെ ആൻസർ ആയി കാണുന്നില്ല, പകരം ഇത് V3 ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ V3 വരുമ്പോ ഹാസ് ലെഫ്റ്റ്. അതേസമയം ഇവിടെ വല്ല യെസ്റ്റർഡേന്നോ 2 days എഗോന്നോ എഗോ യെസ്റ്റർഡേ എഗോയൊക്കെ വരികയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. യെസ്. അപ്പൊ ഈ ചോദ്യം അങ്ങനെയാണ്, ഇങ്ങനത്തെ ചോദ്യം വന്നാൽ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3. I dashed her for a long time. I have known her for a long time. I dashed her for a long time. I have known her for a long time. കുറെ കാലമായിട്ട് എനിക്ക് ഇന്ന ആളെ അറിയാം. ഇവിടുത്തെ റൂൾ എന്താ വെച്ചാല്, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് ഒരാളെ അറിയാം, ഒരാളെ അറിയാമെന്ന് പറയാം. നോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ടെൻസാ ഉപയോഗിക്കേണ്ടത്? പ്രസന്റ് പെർഫെക്റ്റ്ലി നമ്മൾ പറയാറുള്ളൂ. എനിക്ക് ഇന്ന ആളെ അറിയാം, ഐ ഹാവ് നോൺ. ഇപ്പൊ എനിക്ക് മേരീനെ അറിയാം, ഐ ഹാവ് നോൺ മേരി. ഐ ഹാവ് നോൺ സിനു എന്ന രീതിയിലാണ് നമ്മൾ പറയാം. ഓക്കെ, എനിക്ക് ഇന്ന ആളെ അറിയാമായിരുന്നു എന്നുള്ളത്. അത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ പ്രസന്റ് ഐ നോ ഹിം എന്നും വേണമെങ്കിലും പറയാം. ഐ ഹാവ് നോൺ ഹിം, ഐ നോ ഹിം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ ഐ ന്യൂ ഹിം എന്ന് പറയാറുണ്ട്, വളരെ റെയർ ആയിട്ട്. അത് ചില പ്രത്യേക സിറ്റുവേഷനിൽ ഞാൻ പിന്നീട് പാസ്റ്റ് പറയുമ്പോൾ പറയാം കേട്ടോ. നോർമൽ കേസിൽ ഒരാളെ അറിയാം, ഇന്നയാളെ എനിക്ക് അറിയാം എന്ന് പറയുമ്പോൾ ഐ ഹാവ് നോൺ ആണ്. രണ്ടാമത് ശ്രദ്ധിക്കുന്നത്, നമ്മളൊരു ബുക്ക് വായിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ റെഡ് എ ബുക്ക്. അപ്പൊ ഈ സിമ്പിൾ പെർഫെക്റ്റ്, സോറി പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക. ഞാൻ അഗ്നിച്ചിറകൾ, വിങ്സ് ഓഫ് ഫയർ വായിച്ചിട്ടുണ്ടോ എന്ന് ഇംഗ്ലീഷിൽ പറ. I have read. I have read എന്നാണ് അപ്പൊ നമ്മൾ വായിക്കുന്നത്. എഴുതുമ്പോൾ റീഡ് അല്ലെങ്കിൽ ഐ ഹാവ് റെഡ് വിങ്സ് ഓഫ് ഫയർ അല്ലേ? ഓക്കെ. ഇനി മൂന്നാമത് ഒരു കാര്യമുണ്ട്, നമ്മൾ വാച്ചിട്ട് ഒരു മൂവി, ഒരു സിനിമ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോ, ഓക്കെ, ഞാൻ ബാഹുബലി കണ്ടിട്ടുണ്ടെന്ന് പറ. ഐ ഹാവ് വാച്ച്ഡ് ബാഹുബലി. മനസ്സിലായോ? അപ്പൊ സിനിമ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ. അതുപോലെ തന്നെ നാലാമതൊരു പോയിന്റ് ഉണ്ട്, ഒരു വസ്തുവിന്റെ വില കൂടി എന്ന് പറയാൻ വേണ്ടി, വർദ്ധിച്ചു, എന്തിന്റെങ്കിലും വില കൂടി. ഇപ്പോ പ്രൈസ് ഹൈക്ക് പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ പറയാം, ദ പ്രൈസ് ഓഫ് ദ റൈസ് ഹാസ് ഗ്രോൺ അപ്പ് എന്നാണ് പറയാം. ഹാസ് റോസൺ. ഓക്കെ, റൈസ് റോസൺ. ഓക്കെ, അപ്പോ പ്രൈസ് ഹൈക്ക് പറയാൻ, അതുപോലെ സോറി റൈസ് റോസ് റൈസൺ. ഓക്കെ, റൈസൺ. ദ പ്രൈസ് ഓഫ് ദ റൈസ് ഹാസ് റൈസൺ. ഓക്കെ, അതുപോലെ
പുസ്തകം വായിച്ചു എന്ന് പറയാൻ ഒരാളെ അറിയാം. നോ എ പേഴ്സൺ റെഡ് എ ബുക്ക്, നോ എ പേഴ്സൺ റെഡ് എ ബുക്ക്, വാച്ച്ഡ് എ മൂവി, പ്രൈസ് ഹൈക്ക്. ഇത്രയും കാര്യങ്ങൾ പറയാനും ഈ ടെൻസ് യൂസ് ചെയ്യും കേട്ടോ. അത് ഞാനിവിടെ നോട്ടിൽ എഴുതിയിട്ടില്ല, അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നതാണ്, അത് ഓർത്തിരിക്കുക. ഓർമ്മയുണ്ടാവോ മേരി? ഉണ്ട് സർ. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഈ മൂന്നാമത്തെ ഉത്തരം ഹാവ് നോൺ വന്നത്? നോൺ ആയതുകൊണ്ട് സർ, അറിയാവുന്നത്. അറിയാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സർ. യെസ്, ഇനി നമുക്ക് നാലാമത്തെ ടെൻസിലേക്ക് കടക്കാം. നാലാമത്തെ ടെൻസിന്റെ പ്രത്യേകത പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ പ്രത്യേകത ഹാസ് ഹാവ് ബീൻ പ്ലസ് വെർബിന്റെ ing, ഹാസും ഹാവും കൂടാതെ ഒരു ബീനും കൂടി ഉണ്ടാവും, എന്നിട്ട് വെർബിന്റെ ing രൂപം കൂടി എഴുതുന്ന രീതിയാണിത്. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ബിഗാൻ ഇൻ ദ പാസ്റ്റ്, പാസ്റ്റിൽ ആരംഭിക്കുകയും പാസ്റ്റിൽ ഒരു പോയിന്റിൽ ആരംഭിക്കുകയും നമ്മൾ പറയുമ്പോൾ, അതായത് സ്റ്റിൽ ഗോയിങ് ഓൺ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തുടരുകയും ചെയ്തൊരു കാര്യം. പണ്ടെപ്പോഴോ തുടങ്ങി, നമ്മൾ കുറെ കാലമായി തുടരുന്നു, ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ PSCക്ക് പഠിക്കുന്ന കാര്യം നമ്മൾ പറയുമ്പോൾ എന്താ ഈ ടെൻസിലാണ് പറയേണ്ടത്. കാരണം കുറെ ആയിപ്പോ തുടങ്ങിയിട്ട് 2-3 കൊല്ലം 4 കൊല്ലം ഒക്കെ ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ 2 കൊല്ലം 5-6 മാസം മുമ്പ് തുടങ്ങിയതായിരിക്കാം. എന്തായാലും 2 കൊല്ലം മുമ്പ് തുടങ്ങി വിചാരിക്കാം. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് മൈ സ്റ്റഡി 2 years ago, അല്ലെ, 2 കൊല്ലം മുമ്പ്. എന്നിട്ട് ഇപ്പൊ ഞാൻ പറയാണ് ഞാൻ PSCക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ പറയേണ്ടത് ഐ ഹാവ് ബീൻ പ്രിപ്പയറിങ്, I have been preparing for PSC for ഇപ്പൊ എത്ര 2 കൊല്ലമായി, 2 years, 2 വർഷമായിട്ട് ഞാൻ PSCക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതുവേ നമുക്ക് ഈ ഫോർ അല്ലെങ്കിൽ സിൻസ് ഉണ്ടാവും, കണ്ടുപിടിക്കാൻ എളുപ്പമായി ടെൻസ് പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ. അപ്പൊ പണ്ടെപ്പോഴോ തുടങ്ങിയ ഒരു കാര്യം എപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് പറയാറുള്ളത്, ഈ ടെൻസ് യൂസ് ചെയ്യാറുള്ളത്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ പോം, ഞാനൊരു കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോ? ഫോർ 2 hours, 2 മണിക്കൂറായിട്ട്. അപ്പൊ 2 മണിക്കൂർ മുമ്പേ തുടങ്ങിയതായാ, കുറെ നേരമായി, ഇപ്പോഴും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. പറയണ സമയത്ത് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് അത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ പോയം സിൻസ്, കണ്ടോ, സിൻസ് ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ മുതൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക, അതിന്റെ അർത്ഥം ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന. അപ്പൊ സിൻസും അതുപോലെ ഫോറും, സിൻസ് ഇൻഡിക്കേറ്റ്സ് എ പോയിന്റ് ഓഫ് ടൈം, ഫോർ ഇൻഡിക്കേറ്റ്സ് എ പീരീഡ് ഓഫ് ടൈം. അപ്പൊ ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്ന ഫോറും പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്ന സിൻസും പാർട്ട് ഓഫ് ദിസ് ടെൻസ്. ഫോറും സിൻസും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഈ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുകളെയാണ് ഓർക്കേണ്ടത്. ആർക്ക് സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട, സ്റ്റേജിലേക്ക് റിക്വസ്റ്റ് അങ്ങോട്ട് അയക്കുക, അങ്ങോട്ട് വരിക, ചോദിക്കുക, നോ പ്രോബ്ലം. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? ക്ലിയർ ആയോന്ന് അറിയാൻ നമുക്ക് ചോദ്യം ചോദിക്കാം. സോ റിക്വസ്റ്റ്, പ്രിൻഷ ഉണ്ടോ ക്ലാസ്സിൽ? പ്രിൻഷ റിക്വസ്റ്റ് ആക്കി ചെക്ക് ആവുന്നുണ്ടോ? സൂര്യ തെറ്റി. നമ്മളെ എരുമ ശിഷ്യ പ്രിൻഷ ഉണ്ടോ നോക്കട്ടെ. എന്തെങ്കിലും ഉണ്ട് പ്രിൻഷ? സമയമില്ല, വേഗം. കേൾക്കുന്നില്ലേ? കേൾക്കാം. ഈ ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ആൻസർ ഒന്ന് പറ, ഒന്ന് വായിച്ചിട്ട്. We dash in this town since 1955. We have been living in this town since 1955. We have been living, അല്ലേ? അപ്പൊ അത് എന്തുകൊണ്ടാ we have been living വരുന്നത്? എങ്ങനെ ഇത് ഏത് ടെൻസാ? ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂ, അതെങ്ങനെ മനസ്സിലായി? സിൻസ് ഫോർ വന്നു കഴിഞ്ഞാല് സിൻസ് ഉണ്ട് അല്ലെങ്കിൽ ഫോർ ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായി സിൻസ് ഫോറും ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് മനസ്സിലാവും. പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ എന്നുള്ളതല്ല, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ, കാരണം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ അത് ഉപയോഗിക്കും, പ്രസന്റിൽ മാത്രമല്ല പാസ്റ്റിലും യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് മനസ്സിലായി ഫോർ സിൻസ് വന്നപ്പോ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് 1955 മുതൽ
ഇത് എന്നത് അവസാനിച്ചു എന്ന് ഇവിടെ എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇപ്പോഴും അവിടെ തന്നെയാണ്. അതുകൊണ്ട് ഇല്ലെങ്കിൽ ഹാഡ് ബീൻ ലിവിങ് വരുമായിരുന്നു. ഈ സെന്റൻസ് കഴിഞ്ഞിട്ട് പറയാണ് നൗ ഇപ്പോ എന്താണ് വി ഷിഫ്റ്റഡ്, ഞങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു വേറെ സ്ഥലത്തേക്ക് എന്നിവിടെ വേറെ സെന്റൻസ് ഉണ്ടെന്ന് വെച്ചോ, അപ്പൊ നമ്മൾ ഹാഡ് ബീൻ ലിവിങ് എഴുതും. അത് തരാത്ത സ്ഥിതിക്ക് ഇതെന്താണ്, ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ്. വെരി ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തേക്ക് വരാം. നെക്സ്റ്റ് ചോദ്യത്തിന്റെ ആൻസർ പറ. My sister dash in my house for 5 years. ഇതേതാ ടെൻസ്? ഇതും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് തന്നെ. എങ്ങനെ മനസ്സിലായി? ഫോർ ഉണ്ട് അല്ലെ, ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്ന 4 ഉണ്ട്. 5 years, 5 വർഷമായിട്ട്. അപ്പൊ ഇപ്പോഴും അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന ഓക്സിലറി ഏതാ? ഹാസ് ഓർ ഹാവ്. ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് വെർബ് പ്ലസ് ing. വെർബ് പ്ലസ് അല്ല, ബീൻ. ബീൻ. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബിന്റെ ing അല്ലേ, ഒരു ബീൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് മൈ സിസ്റ്റർ ഒരാളല്ലേ, അപ്പൊ സിംഗുലർ ഹാസ് ബീൻ സ്റ്റഡിങ്. ഓപ്ഷൻ ഏതാണ് അവിടെ ശരി? സി. ഓക്കെ, മൈ സിസ്റ്റർ ഹാസ് ബീൻ ലിവിങ് ഇൻ മൈ ഹൗസ് ഫോർ 5 years. മൂന്നാമത്തെ ഉത്തരം പറഞ്ഞുതരാവോ? How long have you been waiting here? B. Option How B. long have you been, അല്ലേ? How long have you been waiting here? എത്ര കാലം? ഇത് ഒരു ചോദ്യം ചോദിക്കുന്ന രീതിയാണ്. അതാണ് ഈ ചോദ്യത്തിന്റെ പ്രത്യേകത. എത്ര കാലമായിട്ട് എന്നതിന് ഇംഗ്ലീഷിൽ ഹൗ ലോങ് ഹാവ് യു ബീൻ എന്നാണ് ചോദിക്കുക. എത്ര കാലമായിട്ട്. എങ്ങനെയാ? How long have you been? How long have you been? എത്ര കാലമായിട്ട് നീ PSC പഠിക്കുന്നു എന്ന് ഇംഗ്ലീഷ് ചോദിച്ചേ പഞ്ച. How long have you been studying for PSC? Yes. How long have you been studying for PSC? How long have you been preparing for PSC? എത്ര കാലമായി നീ ഇവിടെ താമസിക്കുന്നു? How long have you been living here? അല്ലേ? എത്ര കാലമായി നീ എന്നെ കാണുന്നു? How long have you been seeing me? How long have you been seeing me? അല്ലേ? See എന്ന് പറഞ്ഞാൽ കാണും, seeing me. How long have you been seeing me? എത്ര കാലമായി ഞാൻ നിന്നെ ക്ഷണിക്കുന്നു? How long have I been inviting you? How long have I been inviting you? അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ കാര്യം പിടികിട്ടിയല്ലോ. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരി അല്ലേ? പ്രിൻഷ, പിന്നെ എന്തൊക്കെയുണ്ട് പ്രിൻഷ വിശേഷം? പഠനമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു സാറല്ലേ? ഓക്കെ, എന്നാ ശരി, നമുക്ക് പിന്നെ കാണാം കേട്ടോ. അടുത്ത ആളെ വിളിക്കാം. താങ്ക്സ് എ ലോട്ട്. ഇനി നമ്മളിത് 5ാമത്തെ ടെൻസിലേക്കാണ് പോകുന്നത്. 5ാമത്തെ ടെൻസിന്റെ പേര് സിമ്പിൾ പാസ്റ്റ് എന്നാണ്. സിമ്പിൾ പ്രസന്റിൽ നമ്മൾ ഡൂവും ഡസും പഠിച്ചില്ലേ? ഇനി സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ ഡിഡ് ആണ് ഉപയോഗിക്കുക. ഡിഡ്. ഈ ഡിഡ് ഉപയോഗിച്ച് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളാ പറയാം. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ കംപ്ലീറ്റ് ആയ ഒരു കാര്യം പറയാൻ ഈ ടെൻസ് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ സമയം തന്നിട്ടുണ്ടാവും, ഒരു ടൈം ഇൻഡിക്കേറ്റർ ഉണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതിൽ യെസ്റ്റർഡേ ഉണ്ടാവും നോക്കുക. ലാസ്റ്റ് മന്ത് അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക്, അത് ലാസ്റ്റ് ഉണ്ടോ നോക്കുക. ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്. എഗോ ഉണ്ടോ നോക്കുക. ഫ്യൂ മിനിറ്റ്സ് എഗോ അല്ലെ. റീസെന്റ് എല്ലാത്തിലും വരും, അത് റീസെന്റ് ഒഴിവായിക്കോ. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിൽ കാണേണ്ടത് യെസ്റ്റർഡേ, ലാസ്റ്റ്, എഗോ. ഇത് കൂടാതെ ഒരു എക്സാക്ട് പ്രോപ്പർ ടൈം, അതായത് 5 PM 2 AM എന്നൊക്കെ തരില്ലേ, അങ്ങനെ ഒരു എക്സാക്ട് ടൈം തരുന്നുണ്ടെങ്കിലും
അറ്റ് വെച്ചിട്ട് തരും. അറ്റ് 5 PM. അപ്പോഴും ഈ ടെൻസ് ആയിരിക്കും. ഐ മെറ്റ് ഹിം, ഞാൻ അവനെ കണ്ടുമുട്ടി. എപ്പോൾ? ലാസ്റ്റ് വീക്ക്. ഈ ലാസ്റ്റ് വീക്ക് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഏത് ആൻസർ എഴുതും? ഐ ഹാവ് മെറ്റ് എന്നാവും. പ്രസന്റ് പെർഫെക്റ്റ് ആവും. അപ്പൊ ഇവിടെ ടൈം ഉള്ളത് കൊണ്ടാണ് മെറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത പോയിന്റ്, ടു എക്സ്പ്രസ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ, കഴിഞ്ഞുപോയ പാസ്റ്റ് കാലഘട്ടത്തിലെ ശീലങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഇത് അധികം ഉപയോഗിക്കാറില്ല ഈ ടൈപ്പ്, പക്ഷെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. കാവ്യ സ്റ്റഡീഡ് മെനി അവേഴ്സ് എവറി ഡേ. എവറി ഡേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു ഹാബിറ്റ് പറയുന്നതാണ്. എവറി ഡേ കാണുമ്പോൾ നമ്മൾ ശരിക്കും പ്രസന്റ് ഇല്ല, സിമ്പിൾ പ്രസന്റ് ആണ് ഓർക്കുക. പക്ഷെ അപൂർവമായി പാസ്റ്റ് ഹാബിറ്റ്സ് പറയാനും യൂസ് ചെയ്യും. കാവ്യ സ്റ്റഡീഡ് മെനി അവേഴ്സ് എവറി ഡേ, എല്ലാ ദിവസവും ധാരാളം മണിക്കൂർ പഠിച്ചിരുന്നു. അതുപോലെ ഹി ഓൾവേസ് ഡ്രാങ്ക് മിൽക്ക് വെൻ ഹി വാസ് ചൈൽഡ്, കുട്ടിയുടെ സമയത്ത് എപ്പോഴും പാല് കുടിച്ചിരുന്നു. ഐ ഓൾവേസ് ക്യാരിഡ് ആൻ അംബ്രല്ല, ഞാൻ എപ്പോഴും കൂടെ ഇരുത്തിരുന്നു. ഹി യൂഷ്വലി വെന്റ് ടു ബെഡ് ലേറ്റ് ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം എപ്പോഴും വൈകിയായിരുന്നു വന്നിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു അപൂർവമായിട്ട്, എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷെ റയറായിട്ട് യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന്, യെസ്റ്റർഡേ, ലാസ്റ്റ്, എഗോ പോലെയുള്ള ടൈം ഇൻഡിക്കേറ്റേഴ്സ് ഉള്ള കംപ്ലീറ്റഡ്, പാസ്റ്റിൽ കംപ്ലീറ്റഡ് ആയ ഒരു കാര്യം പറയാൻ വേണ്ടി സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നു. 2, ടു എക്സ്പ്രസ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ, പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ പറയാൻ വേണ്ടി സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നു. സിമ്പിൾ പാസ്റ്റിൽ ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി ആണ് ഉപയോഗിക്കുക. ഡിഡ് പലപ്പോഴും വെർബിന്റെ ഉള്ളിൽ കൂടിയിരിക്കുകയാണ് ചെയ്യുക. അതായത് ഐ വെന്റ് എന്ന് പറഞ്ഞാൽ വെന്റിന്റെ ഉള്ളിൽ ആരാ ഉള്ളത്? ഡിഡ് ഉണ്ട്. ഡിഡ് പ്ലസ് ഗോയാണ് വെന്റ്. അതായത് V2 ആയിട്ട് എഴുതുന്ന എല്ലാ വാക്കിന്റെ ഉള്ളിലും ഡിഡ് ഉണ്ട്. V2 ആയി എഴുതുന്ന വെർബിന്റെ ഉള്ളിലെല്ലാം ഡിഡ് ഉണ്ട്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഞാൻ നിങ്ങൾ പണ്ടൊരിക്കൽ ഇത് ക്ലാസ് ഒക്കെ കണ്ട ആൾക്കാരല്ലേ എന്ന ഒരു ലാഘവത്തോടെ പറഞ്ഞു പോവാണ്, നിങ്ങൾക്കറിയാലോ എന്നുള്ളത് കൊണ്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആരാ സ്റ്റേജിലേക്ക് വരിക? ലത്തീഫെ, ധൈര്യം ഉണ്ടോ വരാൻ? ലത്തീഫ്, സെറീന, ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ആരൊരാൾ വാ, ഈ ചോദ്യത്തിന്റെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് പറഞ്ഞായിരുന്നു. സ്മിത, റുക്സാന, ആരെങ്കിലും ഒരാൾ വാ. ആരാ മൈക്ക് തുറന്ന് സംസാരിക്കും? റുക്സാന, റസീന? ഹലോ ഹലോ. ഇതാരാ സംസാരിക്കുന്നത് ഇപ്പൊ? ഹലോ. പറയൂ. ഹലോ പറയൂ. സർ. ഐ ഡാഷ്. അതെ. ഈ ചോദ്യം വായിച്ചൊന്ന് ഉത്തരം പറഞ്ഞേ. ഐ ഡാഷ് ഹിം 7 years ago. ഐ മെറ്റ് ഹിം. വെരി ഗുഡ്. ഇവിടെ എന്തുകൊണ്ട് തെറ്റ് വന്നത്? അവിടെ അത് പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് ആണ്. അതെങ്ങനെ മനസ്സിലായി? അവിടെ 7 years ago. 7 years ago ഉണ്ട്. അപ്പൊ മനസ്സിലായി സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലെ? സിമ്പിൾ പാസ്റ്റിൽ ഏത് ഓക്സിലറി ഉണ്ടാവുക? ഡിഡ്. ഡിഡ്. അപ്പൊ ഇവിടെ മീറ്റിന്റെ കൂടെ ഡിഡ് കൂട്ടിയാൽ മെറ്റ് ആവും. മെറ്റ് അല്ലെ? മെറ്റ് ആണ്. മെറ്റ് അതായത് V2 രൂപം. അപ്പൊ ഓപ്ഷൻ എ ആണ് ശരി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 വായിച്ച ആൻസർ പറഞ്ഞേ. സച്ചിൻ ഡാഷ് പ്ലേയിങ് ക്രിക്കറ്റ് ലാസ്റ്റ് ഇയർ. സച്ചിൻ സ്റ്റോപ്ഡ് പ്ലേയിങ് ക്രിക്കറ്റ് ലാസ്റ്റ് ഇയർ. എങ്ങനെ മനസ്സിലായി? ലാസ്റ്റ് ഇയർ. ലാസ്റ്റ് ഇയർ അല്ലെ? ലാസ്റ്റ് ഉണ്ട്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോ എന്തായാലും ഒരു V2, വെർബിന്റെ V2 ആയിരിക്കും ഉണ്ടാവുക അല്ലെ? ഏതവിടെയുള്ള V2? ഇവിടെ സ്റ്റോപ്ഡ്, ഡിഡ് വന്നു. സ്റ്റോപ്ഡ്, അതിനുള്ള ഡിഡ് ഉണ്ട് അല്ലെ? ഇനി മൂന്നാമത്തെ മൈ മദർ ഡാഷ് ഹെർ അങ്കിൾ യെസ്റ്റർഡേ. മൈ മദർ വിസിറ്റഡ് ഹെർ അങ്കിൾ യെസ്റ്റർഡേ. എങ്ങനെയാ വിസിറ്റഡ് വന്നേ? അവിടെ യെസ്റ്റർഡേ വന്നതുകൊണ്ട് ഡിഡ്.
Did plus visit. ഡിഡ് പ്ലസ് വിസിറ്റ് വരിക, അതായത് സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലേ. ഡിഡ് പ്ലസ് വിസിറ്റ് നിന്ന് വിസിറ്റഡ് ആണ്. V2 സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ടോ ഈ ടെൻസ്? Yes, sir. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. Thank you. ഇപ്പൊ നമ്മൾ മൊത്തം 12 ടെൻസിൽ 5 എണ്ണം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വെറും 7 എണ്ണം കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അടുത്ത ക്ലാസ് കൂടെ കഴിയുമ്പോഴേക്കും നിങ്ങൾ ഇതൊക്കെ വെള്ളം പോലെയാവും.